വിയറ്റ്നാം യാത്രയിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ യാത്ര ഹാലോങ് ബേയിലേക്കാണ്. ഒരു ഫുൾ ഡേ ബോട്ടിലും കേവിലുമായിട്ട് കറങ്ങാനാണ് ഇന്നത്തെ പദ്ധതി. അഖിൽ ചേട്ടനും ഹരിച്ചേട്ടനും, ഒരാൾ കാസർഗോഡും ഒരാൾ കൊച്ചിയിൽ നിന്നുമാണ്. അമ്മൂമ്മ ഫ്രണ്ടിലുണ്ട്. മറ്റ് സഹായത്തിരുടെ കൂടെ ഞങ്ങളും. ഹാലോങ് ബേയിൽ എത്തുന്നതിന് മുന്നേ പേൾ ഫാക്ടറി കാണാനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. കാരണം ഇവിടെ വിയറ്റ്നാമിൽ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെതായ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത് സന്ദർശിക്കണമെന്ന് ഇവിടുത്തെ ഒരു റൂള് പ്രകാരം 1-2 ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ കൂടി നമ്മൾ സന്ദർശിച്ചിട്ടാണ് പോവാറ്. സോ ഇവിടെ നമ്മൾ പേൾ ഫാക്ടറിയാണ് സന്ദർശിക്കുന്നത്. പേൾ എങ്ങനെ കിട്ടുന്നു, പേൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, പേളിൻ്റെ മാല, പേൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം അവരിവിടെ ചെയ്യുന്നു. അത് നമുക്ക് കാണിച്ചു തരുന്നു. ആഭരണങ്ങളെക്കുറിച്ചും പേളിനെക്കുറിച്ചും വലിയ ധാരണ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കറങ്ങാം എന്ന് തന്നെ വിചാരിച്ചു. പല ഡിസൈനുകളിലും പല വെറൈറ്റി ഷേപ്പുകളിലും പേളിൻ്റെ ഓരോ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതിനാൽ ഒന്നും വാങ്ങാതെ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു ചെയ്തത്. ഇന്ത്യയിലാകട്ടെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും ക്യാമറ അലൗഡ് അല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. കുറച്ച് സാധനങ്ങൾ ഞാൻ പകർത്തിയെടുത്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് ഓഫാക്കാൻ പറയുകയായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേൾ ഫാക്ടറി എല്ലാം കണ്ട ശേഷം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹാലോങ് ബേയിലേക്ക് കയറാനുള്ള ബോട്ട് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോട്ട് കയറാൻ നിൽക്കുകയാണ്. ഒരു ഫുൾ ബോട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. 30 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ബോട്ട്. അവിടേക്ക് നടക്കുകയാണ് ഞങ്ങളിപ്പോൾ. പുള്ളി കടലിനെ കുറിച്ചും ആ ഒരു വ്യൂ ആസ്വദിക്കാനുമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നല്ല വിശപ്പായിരുന്നു. നമുക്ക് ആദ്യം സെർവ് ചെയ്ത് തന്നത് സീ ഫുഡായിരുന്നു. വിയറ്റ്നാമീസ് സീ ഫുഡാണ് നമുക്ക് സെർവ് ചെയ്ത് തന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്നും പറയില്ല. വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് നമ്മൾ വിയറ്റ്നാമീസ് ഫുഡ് കഴിക്കുന്നത്. സോ അത് കപ്പലിനാണ് കഴിക്കുന്നത്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഹാലോങ് ബേയിൽ ഒരു
ബോട്ട് റൈഡും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു കേവിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ബോട്ട് റൈഡാണ്. പക്ഷേ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും വിത്ത് റോ ഓഡിയോ. അതും കേവ് വിസിറ്റും ഒരു റോ ഓഡിയോ ആയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഞാനൊരു വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ബോട്ട് റൈഡും കഴിഞ്ഞു. വലിയൊരു കേവ് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലം ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഒരു ബീച്ചിലാണ്. ഞങ്ങളുടെ ലാസ്റ്റ് പോയിൻ്റാണ് ബീച്ച്. ബീച്ചിലിറങ്ങി കളിക്കാം, ബീച്ചിലിറങ്ങി കുളിക്കാം എന്നൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യമുള്ളത് ഇതിൻ്റെ ടോപ്പ് പോയിൻ്റ് വ്യൂ ആണ്. ഈ മല, ഇവിടെ ഒരു മലയുണ്ട്, അതായത് ഈ ബീച്ചിൻ്റെ തൊട്ട് പിന്നിലൊരു മലയുണ്ട്. ഈ മല കയറി ഇതിൻ്റെ ടോപ്പ് വ്യൂ കയറിയിട്ട് ഹാലോങ് ബേ ഫുള്ള് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവർ പകുതി കയറിയെങ്കിലും എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ പകുതി ആൾക്കാരും ഫുള്ള് കയറി. സോ ഞാൻ കയറിയില്ല, ഞാൻ താഴത്തിറങ്ങി ഇങ്ങനെ ചുമ്മാ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇങ്ങനൊരു ഗെയിം കളിക്കുന്നത് കണ്ടത്. ഞാൻ കണ്ടിട്ടില്ല, എന്തൊരു കിലുങ്ങുന്ന സാധനമാണ് അതിലുള്ളത്. അത് തട്ടി ഇവർ നല്ല ബാലൻസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരികെ ബോട്ടിൽ കയറി. അവരവിടുത്തെ ചായയും കുറച്ച് സ്നാക്സും ഞങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളത്തിനും ബിയറിനും ഒരേ വിലയായിരുന്നു, 60 VND. ഇതെല്ലാം കഴിച്ച് ഒരു സൺസെറ്റും കണ്ടിട്ട് ഇന്ന് ഞങ്ങളുടെ മടക്കം തിരികെ ഡെക്കിലേക്കാണ്. ഡെക്കിൽ നിന്ന് നേരെ ബസ് കയറി വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോയി നാളെ വീണ്ടും അടുത്തൊരു പ്രയാണത്തിന് വേണ്ടി തയ്യാറെടുക്കണം.